വളരെ സന്തോഷമുള്ളൊരു സന്ദർഭമാണ് എന്നെ സംബന്ധിച്ച്. കാരണം 32 വർഷത്തിന് മുമ്പാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ തുടങ്ങുന്നത് കോഴിക്കോട്. അന്ന് ഞാൻ KSFDCയുടെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് കോഴിക്കോട് തുടങ്ങാമെന്ന് തീരുമാനിച്ചതും. അത് വളരെ ഭംഗിയായിട്ട് നടന്നു. ഷബാനാസ് ചീഫ് ഗസ്റ്റായിട്ട് വന്നു, അടൂർ ഗോപാലകൃഷ്ണൻ വന്നു, അന്നത്തെ മുഖ്യമന്ത്രി വന്നു. അത് കോഴിക്കോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് പൂനെയിലെ ഫിലിം ആർക്കൈവ്സിൽ നിന്ന് കുറച്ച് പടങ്ങൾ കിട്ടി. അങ്ങനെ ഒരു 100 പടങ്ങൾക്ക് താഴെ വെച്ചിട്ട് നടത്തിയ ഒരു ഫെസ്റ്റിവലാണ്. അത് പിന്നെ അടുത്ത വർഷവും നടത്തി തിരുവനന്തപുരത്ത്. അപ്പോഴത്തേക്ക് ഫിലിം അക്കാഡമി വന്നു. ഏതായാലും കേരളത്തിലെ ജനങ്ങളും സിനിമാ പ്രേമികളും ഗവൺമെൻറ്റും ഒക്കെ ഇത് ഏറ്റെടുത്ത് ഇത്ര വലിയൊരു ഫെസ്റ്റിവലായി, ഡാർലിംഗ് ഓഫ് കേരളയായി മാറ്റിയതിനകത്ത് നമുക്ക് എല്ലാവർക്കും ബഹുമാനിക്കാം. വേറെ ഈ ഡിസംബർ 26, 27 ദിവസങ്ങളിൽ ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ അന്ന് ഈ സ്പോട്ട് ബുക്കിംഗ് 5000 തന്നെയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ടോ? അത് നമ്മുടെ മണ്ഡലപൂജയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്താനായിട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കുറച്ചൊക്കെ വ്യത്യാസം വരും. കാരണം ഇപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇന്ന് നാളെയും കൊണ്ട് കൊടുത്തു തുടങ്ങും. കോടതിയിൽ നമ്മൾ കുറച്ചുകൂടെ സ്പോട്ട് ബുക്കിംഗ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചുപേരെ കിട്ടും. വെർച്വൽ ക്യൂ ബുക്കിംഗ് ആദ്യം തന്നെ ആ നിയന്ത്രണം ഉണ്ടാവും. നിയന്ത്രണം ഉണ്ടാവും. ഇപ്പോൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പുറകെ ഉടൻ തീരും.